നമസ്കാരം. ശ്രീരംഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം സാധാരണ ഒരു കാര്യം അല്ല. നമ്മൾ മനുഷ്യരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സത്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത്. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ എന്തോ ഒരു ദൈവിക ശക്തി നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്ന്, നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നു എന്ന്? എങ്കിൽ അത് മനസ്സിലാക്കൂ, വെറും ഒരു തോന്നൽ മാത്രമല്ല, ഇത് സാക്ഷാൽ ഭഗവാൻ പരമശിവന്റെ സാന്നിധ്യം തന്നെയാണ്. സാക്ഷാൽ മഹാദേവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ പ്രവേശിക്കുമ്പോൾ അവിടെ നമ്മളോട് അദ്ദേഹം നേരിട്ട് സംസാരിക്കാറില്ല. പക്ഷേ ചില ലക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം, ആ ചൈതന്യം നമ്മളെ അറിയിച്ചു തരാറുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള ആറ് തരം ദിവ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാക്ഷാൽ പരമശിവൻ മഹാദേവൻ നമ്മളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി കടന്നു വന്നാൽ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അത് എത്രത്തോളം ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്നാൽ പോലും അപ്രതീക്ഷിതമായി ഒരു പുലർച്ചെ 3 മണി 3:30 മുതൽ അല്ലെങ്കിൽ 5:30 വരെ ഉള്ള സമയത്തിനിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഉണർന്നിട്ടുണ്ടോ? സമയം കൃത്യമായി മനസ്സിലാക്കുക. 3:30ക്കും 5:30ക്കും ഇടയിലുള്ള സമയം, നിങ്ങൾ വളരെ ക്ഷീണിച്ച് ടയേർഡായി വന്ന് കിടക്കുകയാണെങ്കിൽ പോലും ഈ സമയത്തിനിടയിൽ നിങ്ങൾ ഉണർന്നിട്ടുണ്ടോ? അതും ഒരു കാരണമില്ലാതെ ആ സമയത്ത് ഒരു ശബ്ദകോലാഹലങ്ങൾ ഒന്നും കേൾക്കാതെ തന്നെ നിങ്ങൾ ആ സമയത്ത് കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ, ഉറക്കത്തിൽ നിന്ന് ആരോ വിളിച്ചുണർത്തുന്നത് പോലെ നിങ്ങൾക്ക് കണ്ണ് തുറന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞെങ്കിൽ അത് സാധാരണ ഒരു കാര്യമായിട്ടല്ല പറയാൻ പറ്റുന്നത്. ഇത് ബ്രഹ്മമുഹൂർത്തം എന്നത് ദിവ്യ സമയമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ദേവതകൾ അല്ലെങ്കിൽ ദേവീ ദേവന്മാർ ഭൂമിയിലേക്ക് ഏറ്റവും അടുത്തെത്തുന്നതായ ഒരു സമയമാണ് എന്നതാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു സമയത്ത് 3:30ക്കും 5:30ക്കും ഇടയിലുള്ള ഈ ഒരു സമയത്ത് ഉണരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അവിടെ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചന. അപ്പോൾ ശിവഭഗവാൻ നിങ്ങളോട് പറയുന്ന കാര്യം കൂടിയുണ്ട്. അതായത് ശിവഭഗവാൻ പറയുന്നത് ഇപ്രകാരമാണ്: എന്നെ സ്മരിക്കാൻ ഇതാണ് നിനക്ക് ഏറ്റവും ഉചിത സമയം. നീ ഉറക്കത്തിൽ നിന്ന് ഉണരൂ, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ എന്ന ഒരു ആവശ്യം അദ്ദേഹം പറയുമ്പോൾ, അത് അനുഗ്രഹമായി നിങ്ങളിലേക്ക് വരുമ്പോഴാണ്, നല്ല ഉറക്കത്തിലായിരുന്നാൽ പോലും ഈ ഒരു സമയത്ത് നമ്മൾ കണ്ണുകൾ തുറക്കുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരിക്കൽ പോലും ശ്രമിക്കാതെ നമ്മുടെ മനസ്സിൽ ഓം നമഃശിവായ എന്നൊരു ശബ്ദം മുഴങ്ങുന്നതായിട്ട്? നമ്മൾ അതിനു മുമ്പൊന്നും ചിലപ്പോൾ അത് ജപിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓം നമഃശിവായ ഓം നമഃശിവായ ഓം നമഃശിവായ എന്നൊരു ശബ്ദം മുഴങ്ങുന്നതായിട്ട്, അതല്ലെങ്കിൽ ഭഗവാൻ ശിവന്റെ രൂപം പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തെളിയുന്നത്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊരു വെറും ചിന്തനമോ അല്ലെങ്കിൽ വെറും തോന്നലോ ആയിട്ടല്ല കണക്കാക്കേണ്ടത്. ഇതും ഭഗവാൻ ശിവൻ നിങ്ങളിൽ വസിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മഹാദേവന്റെ അനുഗ്രഹം കിട്ടുന്നവർക്ക് മാത്രമായി ലഭിക്കുന്ന ഒരു അന്തരനാമജപം. അന്തരനാമജപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ ഉള്ളിൽ ആത്മാവ് ജപിക്കുന്നതായിട്ട്. അപ്പോൾ അവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ള തോന്നലുകൾ വന്നു ചേരുകയുള്ളൂ. ഇനി അടുത്തതായിട്ട്, മുമ്പ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വന്നിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ അത് സ്വയമേവ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകണം ചിലപ്പോഴെങ്കിലും. അതായത് അസൂയ, പക, ഈ വികാരങ്ങളൊക്കെ പോയി മനസ്സിനൊരു ശാന്തി സ്വയമേവ നിറയുന്നതായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് മറ്റുള്ള ആളുകളോടൊക്കെ ഒരു കാരുണ്യം, ഒരു സ്നേഹം, അതും പെട്ടെന്ന് നമ്മൾ വേറൊരാളായി മാറിയതുപോലെ ഒരു തോന്നൽ. ഇതിനെയും ഒരു സാധാരണ മാറ്റമായി കണക്കാക്കാൻ പറ്റുകയില്ല. ഇതും ശിവതത്വം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ്. അതായത് ഭഗവാൻ ശിവൻ എന്ന ആ ഒരു ശക്തി സംഹാരത്തിന്റെ ദൈവം മാത്രമല്ല എന്നത് ആദ്യം മനസ്സിലാക്കുക. ആ ശക്തി മനസ്സിന്റെ അശുദ്ധികളെ നശിപ്പിച്ചിട്ട് അവിടെ ദൈവിക ശക്തിയെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന ഒരു ദേവൻ കൂടിയാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ശുഭകരമായ ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ്. ഇനി
ഉറക്കത്തിൽ സ്വപ്നം കാണാത്തവരായി ആരും തന്നെയില്ല. അങ്ങനെ ഒരിക്കൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ശിവലിംഗം സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ ശിവക്ഷേത്രത്തില് നിങ്ങൾ പോയി അവിടെ നിന്ന് തൊഴുത്, അതായത് ദർശനം ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവിടെ ജലധാര നടക്കുന്നതായിട്ടോ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായിട്ടോ ഇതെന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കേ. ഇതും വലിയൊരു ലക്ഷണം തന്നെയാണ്. അതായത് ഇത്തരം സ്വപ്നങ്ങൾ അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടുകയില്ല. അതും ഭഗവാന്റെ ഏറ്റവും അനുഗ്രഹമുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ശിവലിംഗമൊക്കെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതും ഭഗവാൻ ശിവന്റെ, പരമശിവന്റെ നേരിട്ടുള്ള അനുഗ്രഹ സൂചന തന്നെയാണ്. അപ്പോൾ ഇത്തരം സ്വപ്നങ്ങൾ കാണുന്ന ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉടനടി വരും. ഇതിനോടകം ഭഗവാന്റെ അനുഗ്രഹം എത്തിയിട്ടുണ്ട്. ഇനിയും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. ഇനി ജീവിതത്തില് ചിലപ്പോൾ വലിയ അപകടങ്ങളൊക്കെ വരാനിരുന്നിട്ട് അവസാന നിമിഷം അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിനെ ഒറ്റ വാക്കിൽ പറയും, കണ്ണിൽ തട്ടാനുള്ളത് കുഴികൾ തട്ടിപ്പോയി എന്ന്. ഭയപ്പെടേണ്ട, ഇത്രയ്ക്കല്ലേ സംഭവിച്ചിട്ടുള്ളൂ എന്ന്. അങ്ങനെ അതല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം അപ്രതീക്ഷിതമായി തന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പ്രശ്നങ്ങൾ വന്ന് കണ്ണ് അടച്ചു തുറക്കുന്നതിനുള്ളിൽ അത് തട്ടാതെ നിങ്ങളെ കടന്നു പോയിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ആ പ്രശ്നം അവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇതും ഭാഗ്യം എന്ന് മാത്രമല്ല, സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ ഒരു സംരക്ഷണം നിങ്ങളിൽ ഉണ്ട് എന്നതിന്റെ സൂചനയാണ്. നമുക്ക് കണ്ണുകൾ കൊണ്ട്, അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഒരു ദൈവിക കൈ, ഭഗവാന്റെ ആ ഒരു കരുതൽ, തലോടൽ എപ്പോഴും നമ്മളെ കാത്തു പരിപാലിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ്. അതേപോലെ മുൻപൊക്കെ ഭൗതിക കാര്യങ്ങളിലായിരുന്നു മനസ്സ്. പക്ഷെ ഇപ്പോഴിപ്പോൾ ക്ഷേത്രത്തിൽ പോകണമെന്നും മന്ത്രങ്ങൾ കേൾക്കണമെന്നും പുരാണ കഥകൾ ശ്രവിക്കണമെന്നും അതിന്റെ അന്തസത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമെന്നൊക്കെ ഒരു തോന്നൽ വന്നുവെങ്കിൽ ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. ഈ പറഞ്ഞതിൽ പറ്റി ഏറ്റവും വലിയ മാറ്റം ഇത് തന്നെയാണ്. കാരണം നിങ്ങളുടെ അന്തരാത്മാവ്, നിങ്ങളുടെ ആത്മാവ് ഭഗവാൻ ശിവനിലേക്ക് നയിക്കപ്പെടുന്ന ആ ഒരു ദൈവീക ശക്തിയിലേക്ക് നിങ്ങളുടെ ഹൃദയം, മനസ്സ് എന്നിവ എത്തിച്ചേരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ഭഗവാൻ ശിവൻ നിങ്ങളെ വിളിക്കുന്നു എന്ന് തന്നെയാണ്, വിളിച്ചിരിക്കുന്നു. അതായത് അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരു തോന്നൽ, ക്ഷേത്രത്തിൽ പോയിരിക്കണമെന്നും ക്ഷേത്ര കാര്യങ്ങൾ നടത്തണമെന്നും പ്രാർത്ഥിക്കണമെന്നും വഴിപാടുകൾ ചെയ്യണമെന്നും ഒക്കെ ഭയങ്കരമായി മനസ്സിലേക്ക് ഇങ്ങനെ തിരയടിച്ചു വരുന്നത് പോലെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്, ഭഗവാൻ ശിവന്റെ, പരമശിവന്റെ, മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് 6 ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഇതിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. കാരണം എന്തെന്നാൽ ഭഗവാൻ ശിവൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നതിന്റെ തെളിവാണ് ഈ സൂചനകൾ. ഇതിനപ്പുറം പിന്നെ വേറെ എന്താണ് വേണ്ടത്? ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദാരിദ്ര്യാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും അതിനെയൊക്കെ മാറ്റിയെടുക്കുവാൻ ഭഗവാൻ ശിവന് കഴിവുണ്ട് എന്നത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം നിങ്ങൾ ഒരു യഥാർത്ഥ ശിവഭക്തനാണെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കൂടി കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോയും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി.